ഹലോ ഗായ്സ്, വെൽക്കം ടു റിസാഷ് വ്ളോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഒന്ന് പുറത്തൊന്ന് ഔട്ടിങ്ങിന് പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുവാണ്. അപ്പൊ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഹുറാൻ റൗണ്ട് അബൌട്ട്. ഈ റൗണ്ട് അബൌട്ടിന് ഇങ്ങനെ പേര് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നടുവിൽ ഒരു ഹുറാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് അത് കാണിക്കാൻ പറ്റൂല. ഞാൻ ഈ വഴി പിന്നെ എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ടൈം ഒരു 8-8:30 ആയി. അപ്പോൾ ഈ ടൈമിലാണ് ഞങ്ങൾ മോസ്റ്റ്ലി പുറത്തോട്ട് ഇറങ്ങാറ്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഭയങ്കര ചൂടും ഭയങ്കര ഹ്യൂമിഡിറ്റി ഒക്കെ ആയതുകൊണ്ട് രാവിലെ ആയെങ്കിലും ഉച്ചയ്ക്കായാലും ഒന്നും ഇറങ്ങാൻ പറ്റാറില്ല. ഭയങ്കര ചൂടാണ്. ഇപ്പോൾ തന്നെ ഇപ്പോൾ വണ്ടിയിൽ AC ഇട്ട് പോകുന്നതുകൊണ്ട് അറിയില്ല, അല്ലെങ്കിൽ പുറത്ത് ഭയങ്കര ചൂടാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടെ അടുത്തൊരു ഒയാസിസ് മാളുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ചുമ്മാ 2 ഡ്രസ്സൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ അബുഷഗര അസ്റ്റർ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഈ മാള് വരുന്നത്. ഇവിടെയുള്ള അസ്റ്റർ ഹോസ്പിറ്റലാട്ടോ എൻ്റെ ഡെലിവറി കഴിഞ്ഞത്. ഞാൻ ഈ വഴി പോവുകയാണെങ്കിൽ ഇനി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഒയാസിസ് മാൾ എത്താറായി. അപ്പോൾ ഒയാസിസ് മാൾ എത്തിയിട്ടോ. ഇവിടെ എന്താ സെൻട്രൽ പോയിൻറ്റും മാക്സ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ കയറിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇതാണ് കാർ പാർക്കിങ്ങിലേക്കുള്ള എൻട്രൻസ്. അപ്പോൾ അങ്ങനെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു പെർഫ്യൂമിൻ്റെ ഷോപ്പാണ് കണ്ടത്. ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ. ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു സെൻട്രൽ പോയിന്റ് കണ്ടു. അപ്പോൾ അവിടെ നിന്ന് കയറി ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ്. എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ഇഷ്ടാവില്ല. ഞാൻ കുറേ ഷോപ്സ് കയറി ഇറങ്ങിയിട്ടാണ് ഡ്രസ്സ് എടുക്കാറുള്ളത്. ഇപ്പോൾ 2-3 ദിവസം മുന്നേ ആണെങ്കിലും ഞങ്ങൾ സിലിക്കൺ സെൻറ്ററിൽ പോയിട്ട് സുഡിയോയിൽ ജസ്റ്റ് പോയി നോക്കാമെന്ന് വെച്ചിട്ട് അവിടെ പോയപ്പോൾ അവിടെ ഒന്നും എനിക്കിഷ്ടമായില്ല. അങ്ങനെ എസ്ദോനല്ല, സോറി, റിച്ചുവിന് 2 ഡ്രസ്സ് എടുത്തിട്ട് അങ്ങനെ വരിക ചെയ്തത്. വീഡിയോ നോക്കിയിട്ട് കാറ്റ് കാണിച്ചോണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ സെൻട്രൽ പോയിന്റിൽ നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് മാക്സിമം എനിക്ക് മോസ്റ്റ്ലി എനിക്ക് സെലക്ഷൻ അവിടുത്തെ ഇഷ്ടമാവാറില്ല. കാരണം അതിനേക്കാളും ബെറ്റർ എന്തായാലും ഞാൻ സെൻട്രൽ പോയിന്റ് സജസ്റ്റ് ചെയ്യുള്ളൂ. നാട്ടിലാണെങ്കിൽ ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് സുഡിയോ എന്നാണ് എടുക്കാറ്. സുഡിയോ ഇവിടെ വന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ 2 ദിവസം മുന്നേ പോയി നോക്കിയത്. അപ്പോൾ എനിക്ക് അവിടെ ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇതായില്ല. കാരണം നാട്ടിലത്തെ അത്ര സെലക്ഷനൊന്നും ഇവിടുത്തെ സുഡിയോയിൽ ഞാൻ കണ്ടില്ല. അപ്പോൾ അങ്ങനെയാണ് റിച്ചുവിന് ഡ്രസ്സ് എടുത്തത്. പിന്നെ മാക്സിൽ അങ്ങനെ ഞാനൊന്നും എടുത്തില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒയാസിസ് മാളിൽ നിന്ന് നേരെ വന്ന് ഷാർജ സിറ്റി സെൻറ്ററിലാട്ടോ. ഷാർജ സിറ്റി സെൻറ്ററിൽ എത്തുമ്പോഴേക്കും എസ്ദു ഇറങ്ങി. അപ്പോൾ എസ്ദുവിന് പിന്നെ സ്റ്റോളറിൽ അങ്ങനെ കിടത്തി. അങ്ങനെ ഇവിടെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 8 മണിയായി. ഇപ്പോൾ ഒരു 10 മണിയായി. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചുകൊണ്ട് പിന്നെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഭയങ്കര വിശപ്പ്. അപ്പോൾ പിന്നെ റിച്ചു പറഞ്ഞാൽ നമുക്കിവിടെ അൽബേക്കിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അൽബേക്ക് കയറി. അങ്ങനെ ഞങ്ങൾ അൽബേക്കിൽ ഒരു മീലൊക്കെ ഓർഡർ ചെയ്തു, ബ്രോസ്റ്റഡിൻ്റെ. അപ്പോൾ ടൈം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 11:30-12 o'clock ഒക്കെ ആയി. ഷോപ്സൊക്കെ ക്ലോസ് ആയി തുടങ്ങി കേട്ടോ. സിറ്റി സെൻറ്ററിലാണെങ്കിലും അധികം തിരക്കൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങുവാണ്. അത് സ്ട്രെയിറ്റ് കാണുന്ന റെഡ് ടേപ്പിൻ്റെ ഷോപ്പാട്ടോ. ഞാൻ ഓൾമോസ്റ്റ് റെഡ് ടേപ്പിൽ നിന്നാണ് ഷൂസ് പർച്ചേസ് ചെയ്യാറുണ്ടായിരുന്നത്. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഞാൻ എറണാകുളം എടപ്പള്ളി റെഡ് ടേപ്പിൽ നിന്ന് ഞാൻ ഷൂസൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇറങ്ങി വന്നപ്പോഴാണ് എന്തായാലും ഇപ്പോൾ വീഡിയോസൊക്കെ എടുക്കുമല്ലേ, അപ്പോൾ ട്രൈപോഡിൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ കയറി ജസ്റ്റ് ട്രൈപോഡിൻ്റെ റേറ്റൊക്കെ ചോദിച്ചിട്ട് ഒരെണ്ണം വാങ്ങാമെന്ന് വെച്ചിട്ട് കയറിയതാണ്. അങ്ങനെ ഇവിടെ നിന്ന് ട്രൈപോഡും മേടിച്ച്
പിന്നെ റിച്ചുവിന് കുറച്ച് ATM കയറേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുവാണ്. അപ്പം ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇതാണ് ബുഷേര എസ്റ്റർ ഹോസ്പിറ്റൽ. എനിക്കെപ്പോഴും ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ എൻ്റെ ഡെലിവറിയുടെ കാര്യമാണ് എനിക്ക് ഓർമ്മ വരാറ്. എനിക്കൊരു സൺസ്ക്രീൻ കൂടി പർച്ചേസ് ചെയ്യണമായിരുന്നു. ഇത് ഫിലിപ്പീൻസിൻ്റെ സൂപ്പർ മാർക്കറ്റാണ് മെട്രോ മാനില. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ എപ്പോഴും സൺസ്ക്രീൻ എടുക്കാറ്. അപ്പോൾ അതും കൂടി മേടിച്ച് പിന്നെ ഞങ്ങളൊരു എവരിഡേ സെൻറ്ററിലും കൂടി കയറിയിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തില്ല. ഇത് അവിടെ നിന്ന് എസ്ദുവിന് കുറച്ച് എടുത്ത ജസ്റ്റ് ക്ലിപ്സ് ഞാനിവിടെ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ടൈം ഒരു ഓൾമോസ്റ്റ് 2 മണിയായി. അപ്പോൾ ഞങ്ങൾ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. റിച്ചു പറഞ്ഞൊരു ചായ കൂടി കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്നതാണ്. ഇവിടെ തന്നെയാണ് ഞങ്ങൾ ഓൾമോസ്റ്റ് രാത്രി ചായ കുടിക്കാൻ വരാറ്. ഇവിടുത്തെ ഈ ഷവർമ്മയുടെ നേരെ കാണുന്ന ഷോപ്പിലെ ഷവർമ്മയും ഇവിടുത്തെ ചായയും ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ ഇവിടെ എന്തോ റോഡ് പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് റോഡൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.